ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പെരി പെരി ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഗാർലിക് മയനൈസിൻ്റെ റെസിപ്പിയുമാണ്. ഓവൺ ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാം. അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അതോടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പെരി പെരി ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സ്പൈസ് പൗഡർ ഉണ്ടാക്കാനുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വലിയ ജീരകം, 2 ഏലക്ക ചെറിയ പീസ്, 2 പീസ് പട്ട, അതുപോലെ ഒരു 3-4 പീസ് ഗ്രാമ്പു. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട, ഒന്ന് പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ 2 മാരിനേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു മാരിനേഷൻ ചെയ്തിട്ട് നമ്മൾ ചിക്കന് കുറേ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. പിന്നെ രണ്ടാമത്തെ മാരിനേഷൻ ചെയ്ത പാടെ നമ്മൾ അത് ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ പാനിൽ ഫ്രൈ ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വല്ലാണ്ട് വറുത്തെടുക്കൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് അത് ആവശ്യത്തിന് ചേർക്കുക. ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഉപ്പ്, നമ്മൾ 2 മാരിനേഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ 2 ടേബിൾ സ്പൂണ് നിറയെ വിനേഗർ ചേർക്കുന്നുണ്ട്, സുർക്ക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണിത്. തൈസും ലെഗും കൂടി കൂടിയിട്ടുള്ള പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ അൽഫാമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വലിയ പീസായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇനി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മസാല ലൂസായി പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മസാല വല്ലാണ്ട് അതിൽ പിടിക്കില്ല ചിക്കനിൽ. അപ്പോൾ നല്ല കട്ടിയിൽ തേക്കും വേണം, പക്ഷേ അതിൽ വെള്ളം ഒട്ടും പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചിക്കനിൽ. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒരു ദിവസം വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ നമ്മൾ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ മാത്രം ഫ്രീസറിൽ വെക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ നേരം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ വെക്കില്ലേ, അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് ഡേ നമ്മളത് റെഡിയാക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ടൊരു മാരിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് വേണം അടുത്ത മാരിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് രണ്ടാമത്തെ ഒരു മാരിനേഷൻ വരുന്നുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സവോള ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ, പിന്നെ അതുപോലെ തക്കാളി ഉണ്ടോ, തക്കാളിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളി വലിയത് എടുത്തിട്ട് നല്ല റെഡ് കളറിലുള്ള തക്കാളിനെ എടുക്കുക. അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തൊലിയോട് കൂടിയിട്ടാകുമ്പോൾ നമ്മളത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അത് നന്നായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി തക്കാളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നമ്മൾ ഈ എണ്ണയിൽ, ചൂടായിട്ടുള്ള എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ആ ഒരു അൽഫാമിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു പുകഞ്ഞൊരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ വരും ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ. വെളിച്ചെണ്ണയിൽ ചെയ്യരുത് കേട്ടോ, ഓയിൽ വേണം യൂസ് ചെയ്യാൻ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട, നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താലും മതി.
ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ ഒരു മസാല നമുക്ക് കുറച്ച് ഉപ്പ് വേണം, പുളി വേണം, മധുരം വേണം. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു ഫ്ലേവറാണ് വേണ്ടത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റെഡ് കളർ കിട്ടും വേണം, അധികം എരിവും പാടില്ല. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ സാധാ പിരിയൻമുളക് ഉണ്ടല്ലോ, പിരിയൻമുളക് ഒന്ന് വറുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തത് ചില്ലി ഫ്ലേക്സ് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ കേട്ടോ, എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ. അല്ലാത്തവർ ഇങ്ങനെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി. അപ്പോൾ ഏകദേശം ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്ന ശേഷം അതിലോട്ട് നമുക്ക് ഒരു പിടി പുതിനയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കിതിൽ ഉപ്പ്, പുളി, മധുരം ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം. നമ്മളിതിലോട്ട് എരിവിനായിട്ട് ലാസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്താണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്ത സമയത്ത് ചേർക്കാം, എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ. ഞാനിപ്പോൾ ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം വേണം ഇതുപോലെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീട്ടിലുണ്ടാക്കാം. ഉണക്കമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം ഇതാ 1 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ് ചേർക്കുമ്പോൾ. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഈ ഒരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇതിന് കളർ കൂടുതൽ കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചല്ലോ നമ്മുടെ ചിക്കൻ. അപ്പോൾ ഇതാ നല്ലോണം മസാലയൊക്കെ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. കുറച്ച് അധികം നേരം വെക്കുവാണെങ്കിൽ നല്ലതാണ്, പക്ഷേ ഞാനിപ്പോൾ ആകെ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാല ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ ചിക്കൻ നമ്മൾ വരിഞ്ഞെടുക്കണമല്ലോ നന്നായിട്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ആദ്യം ചിക്കൻ നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ട് വേണം അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ രണ്ടാമത്തെ കോട്ടിംഗ് ആണെങ്കിലും നന്നായിട്ട് വരിഞ്ഞെടുത്ത ഭാഗത്തൊക്കെ മസാല നന്നായിട്ട് പിടിക്കണം കേട്ടോ. നല്ലോണം നല്ല തിക്കായിട്ടുള്ള ഒരു മസാലയാണ് നമുക്കിതിലോട്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ മസാല തേച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പോവാണ്, ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രില്ല് ചെയ്യുന്നുണ്ട് ഓവനിൽ, കുറച്ച് ഞാൻ എടുത്തിട്ട് ഫ്രൈങ് പാനിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ രണ്ടിലുള്ള ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ. അൽഫാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗ്രില്ലാണ് ചെയ്യേണ്ടത് മെയിനായിട്ട്. അപ്പോൾ ഗ്രില്ലിന് സൗകര്യം പുറത്ത് നമ്മൾ കനലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഓവനിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഗ്രില്ലിൽ വെച്ച് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ ഫ്രൈങ് പാനിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഗ്രില്ലിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് വെക്കുന്നത്. 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ആദ്യം വെക്കുക, പിന്നെ ഒരു 20 മിനിറ്റും കൂടി കുക്ക് ചെയ്യുക. അങ്ങനെ 40 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 2 മുകളിലെ കോയിലും താഴത്തെ കോയിലും ഞാൻ ആദ്യം ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലെ കോയിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ, ഓവനിലുള്ളത് അവിടെ വെക്കട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് വേറൊരു സംഭവം കൂടി റെഡിയാക്കാനുണ്ട്. ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. ഈ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമ്മൾ കളറാണ് യൂസ് ചെയ്യേണ്ടത്. റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഞാൻ ഈ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഈ പെരി പെരി ചിക്കൻ അൽഫാമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് റെഡി ആയി കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഓയിലൊന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് ഗ്രില്ല് ചെയ്തിട്ട് വരുമ്പം എന്താ പറയുക, അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് ആ ഒരു ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ വെച്ചുള്ള ഒരു ടെക്സ്ചർ കിട്ടും. ഞാനിപ്പോൾ ഇതുവരെ താഴത്തെ മുകളിലെയും കോയിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇത് സ്പ്രെഡ് ചെയ്ത ശേഷം മുകളിലത്തെ കോയിൽ മാത്രമാണ് ഹീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓവനിൽ ഇത് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് തിരിച്ചിട്ട് കൊടുക്കാനും ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യാനും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അഴുക്കായി പോവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഫ്രൈങ് പാനിൽ ചെയ്യുന്നതായിരിക്കും. ഫ്രൈങ് പാനിലാകുമ്പോൾ കുറച്ച് എണ്ണ വേണ്ടി വരും. അല്ലാഞ്ഞാൽ ഓവനിലാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് എണ്ണ ഒന്നും യൂസ് ചെയ്യാണ്ട് വേണേൽ ചെയ്യാം. അപ്പം എനിക്ക് ടേസ്റ്റിൽ രണ്ടും ഈക്വലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടേസ്റ്റിൽ കാണാനും ലുക്ക് ഓവനിൽ ഗ്രില്ല് ചെയ്തതാവും.
അപ്പോൾ ദാ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൻ ഉണ്ടല്ലോ, ആ പാനിലോട്ട് ആ എണ്ണയിൽ തന്നെ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ ഫ്രൈങ് പാനിൽ ഇത് റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഇട്ട പടനം തിരിച്ചിട്ട് കൊടുക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ അടിഭാഗം ഒരു സൈഡ് ഭയങ്കര കരിഞ്ഞു പോയ പോലെ ഉണ്ടാവും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരേ സമയം ഇങ്ങനെ കുറേ നേരം ഒരു വശം തന്നെ കുക്ക് ചെയ്തിരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അത്രമാത്രം ഈ ഒരു ഫ്രൈങ് പാനിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ ചില്ലി ഫ്ലേക്സ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ. രണ്ട് വശത്തും ചില്ലി ഫ്ലേക്സ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതിൽ ഒരുപാട് ഓയിലുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇത് കുക്ക് ചെയ്ത ശേഷം, ഫ്രൈ ചെയ്ത ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഓയിലൊക്കെ അതിൽ നിന്ന് പോവും. പിന്നെ കഴിക്കുന്ന സമയത്ത് ഓയിലൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് നല്ലോണം കുക്കായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കരിഞ്ഞ പോലെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഇതിൻ്റെ ടെക്സ്ചറിന് അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ആ ഒരു കരിഞ്ഞ ടെക്സ്ചർ ഉണ്ടല്ലോ, അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ടിഷ്യൂവിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ആ ഓയിലൊക്കെ ഒന്ന്, എക്സസ് ഓയിലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. അത് പെട്ടെന്ന് നമ്മൾ ടിഷ്യൂന്ന് പെട്ടെന്ന് പോകും കേട്ടോ. ഞാൻ തന്തൂരി ചിക്കൻ ഫ്രൈങ് പാനിൽ ചെയ്തതിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ചിക്കനിൽ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തതാണെന്ന് തന്നെ തോന്നില്ല, അങ്ങനത്തെ ഒരു ടെക്സ്ചറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫ്രൈങ് പാനിലുള്ള ചിക്കന് പെട്ടെന്ന് റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഗാർലിക് മയനൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ വെള്ള എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പടമൊന്നും എടുക്കരുത്. നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരം പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയ ശേഷം വേണം ആ മുട്ടയുടെ വെള്ള എടുക്കാൻ. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തണുത്ത മുട്ടയും അതുപോലെ ഓയിലും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞ പോലെയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതിന് ഇതാണ് കാരണം. ഒരിക്കലും തണുത്ത മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കണം. മുട്ടയുടെ വെള്ളം മാത്രം മതി. പിന്നെ ഒരു 4 വലിയ വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഒരുപാട് ഒരുമിച്ച് ചേർക്കണ്ട. നമ്മളിത് ഒരു പ്രാവശ്യം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും ഒരു 2 പിഞ്ച്, ഞാൻ പെട്ട പോലെ 2 പിഞ്ച് ഉപ്പ് മതിയാകും, ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മാത്രം മതി കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഓയിലാണ് വേണ്ടത്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം, വെളിച്ചെണ്ണ എടുക്കരുത്. അത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്കിത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ്. ഇത് തിക്കായിട്ടൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഓയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 മുട്ടയുടെ വെള്ളയിലോട്ട് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ വരും. ഈ ഒരു പരുവാണ് വേണ്ടത്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച മയനൈസിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്, അതുപോലെ ടെക്സ്ചറും അതേപോലെ തന്നെയാണ്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനിയും കൂടുതലായിട്ട് നല്ല കട്ടിയിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ കട്ട് ചെയ്യുക, നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നമ്മുടെ മയനൈസ് റെഡി ആയിട്ടുണ്ട്. ഗാർലിക് മയനൈസ് ആണിത്. നല്ല ടേസ്റ്റാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഗാർലിക് മയനൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്കിതുപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ മയനൈസ് വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിലൂടെ എനിക്ക് യോജിപ്പില്ല. കാരണം ഇതിൽ മുട്ടയുടെ വെള്ളമൊക്കെ അല്ലേ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക, ഫ്രഷ് ആയിട്ട് കഴിക്കുക, ആവശ്യമുള്ള മാത്രം ഉണ്ടാക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതും ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നതും റെഡി ആയിട്ടുണ്ട്. ഓവനിൽ വെച്ചിരുന്ന ടെക്സ്ചർ ഇതുപോലെയാണ്, കുറച്ചൊരു കരിഞ്ഞൊരു ടെക്സ്ചറൊക്കെ വരും. പിന്നെ 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓവനിൽ. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് നമ്മൾ നേരത്തെ ചില്ലി ഫ്ലേക്സും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ പെരി പെരി ചിക്കൻ അൽഫാം ഇതാ റെഡി ആയിട്ടുണ്ട്. 2 രീതിയിലും ഞാൻ കാണിച്ചല്ലോ. 2 രീതിയിലും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ.
ഇതിൽ നമ്മൾ രണ്ടാമത് തേച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, തക്കാളിയും പഞ്ചസാരയും അല്ല ഉള്ളിയൊക്കെ കൂടി ചേർത്തുള്ള മസാല, ആ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവർ ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 മാരിനേഷനും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ വേറൊരു സംഭവം കൂടി കാണിക്കാം. നമ്മളിപ്പം ഓവനിലാണല്ലോ ചെയ്തത്, ഓവനിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുകഞ്ഞൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പലരും ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു ക്യൂബ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ ഇതുപോലെ കരിയൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ എക്സോസ്റ്റ് ഫാൻ ഇടുക. അതുപോലെ ഇത് നല്ലോണം ചൂടായി കിട്ടണം, ഒന്ന് കത്തി കിട്ടണം കേട്ടോ. കത്തി കിട്ടിയ ശേഷം വേണം നമ്മളിത് പുകയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. ഞാൻ ഒരു തവണ ഇതുപോലെ വേറൊരു ബ്രാൻഡ് വാങ്ങിച്ചിട്ട് ആകെ പെട്ടതാണ്. ഫയർ അലാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. നല്ലോണം ചൂടായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ അടച്ചു വെക്കുക കേട്ടോ. ചിക്കൻ എല്ലാം കൂടി നമ്മളൊരു ബൗളിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു പുകഞ്ഞ ഒരു സ്മെല്ല് നമ്മുടെ ഈ ചിക്കൻക്ക് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ കരി വീട്ടിലില്ലാന്നാണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട കത്തിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ലോണം ചിരട്ട കത്തി കിട്ടണം കേട്ടോ. എന്നിട്ട് കനലില്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു ശരിക്കുള്ള ആ ഒരു മണം കിട്ടും. നമ്മൾ പുറത്തുനിന്ന് അൽഫാമൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മണം കിട്ടും. ഇനിയിപ്പോൾ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ കരിയോ അല്ലെങ്കിൽ ചിരട്ട കത്തിക്കാണ്ടൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിലൊന്നും വലിയ ചേഞ്ചൊന്നും ഇല്ല കേട്ടോ, ടേസ്റ്റിലൊന്നും. അപ്പോൾ നമ്മുടെ ഗാർലിക് മയനൈസും ഞാൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിയും ഗാർലിക് മയനൈസും പിന്നെ 2 തരത്തിലുള്ള നമ്മുടെ അൽഫാം ചിക്കനും, പെരി പെരി ചിക്കൻ അൽഫാം 2 രീതിയിൽ ഉണ്ടാക്കിയത്. ഒന്ന് ഫ്രൈങ് പാനിൽ, ഇത് ഗ്രില്ല് ചെയ്തത്. 2ൻ്റെ ടെക്സ്ചർ കണ്ടോ? ഗ്രില്ല് ചെയ്തതിന് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറാണ്. പക്ഷേ ടേസ്റ്റ് രണ്ടും ഒരേപോലെ തന്നെ എനിക്ക് തോന്നിയത്. മറ്റേത് വല്ലാണ്ട് പുറമേ എന്താ പറയുക, വല്ലാണ്ട് ഇങ്ങോട്ട് മുരിഞ്ഞ് വന്നിട്ടില്ല. നമ്മൾ ഗ്രില്ല് ചെയ്തത് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പം അൽഫാം ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അതുപോലെ ഗാർലിക് മയനൈസിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ഒരുപാട് വേദനിപ്പിച്ചൊരു സംഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 2 കുട്ടികളുടെ കാര്യം. അതിൽ ആ ചെറിയ മോൻക്ക് ഒരു പ്രത്യേകതരം അസുഖമാണ്. അത് എല്ലാവരും അറിയുന്നുണ്ടാവും. അപ്പം ആ ഒരു കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ഇത് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് പേർക്ക് ഇത് അറിയുന്നുണ്ടാവും. എന്നാലും നമ്മൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത തരം വ്യൂവേഴ്സാണുള്ളത്. അപ്പം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ കുഞ്ഞിനെ സഹായിക്കുക. 18 കോടിയോളം വരുന്നുണ്ട് ആ കുഞ്ഞിനെ സഹായിക്കാനുള്ള ആ ഒരു മരുന്നിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ വിചാരിക്കും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കട്ടെ. അങ്ങനെയല്ല. ഒരു 100 രൂപയെങ്കിൽ 100 രൂപ ഈ കുട്ടിക്ക് നമ്മളാൽ വിധം കൊടുക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ നമുക്കെല്ലാവർക്കും കൂടി സഹായിക്കാൻ പറ്റും. അതുപോലെ ഈ വീഡിയോ കാണുന്ന വേറെ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വീഡിയോയിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കാരണം നമുക്കെല്ലാവർക്കും വ്യത്യസ്ത തരം വ്യൂവേഴ്സാണുള്ളത്. ചിലർക്ക് പുറത്തുനിന്നുള്ള വ്യൂവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പം എല്ലാവരിലേക്കും നമുക്ക് ഈ ഒരു കാര്യം എത്തിക്കാൻ പറ്റും. അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ കുഞ്ഞിനെ സഹായിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ കുട്ടികളുടെ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം.